ഈ സംഘപരിവാറും അവിടുത്തെ ഗവൺമെന്റും പോലീസും ഉള്ള ആളുകൾ പറയുന്നത് മതപരിവർത്തനം, അതായത് നിർബന്ധിത മതപരിവർത്തനം. അതായത് ഒരു തലമുറ 2 തലമുറ മുമ്പ് ഛത്തീസ്ഗഡിലെ, നിങ്ങൾ ഛത്തീസ്ഗഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ഒന്നും കഴിഞ്ഞ 10 വർഷമോ 15 വർഷം കൊണ്ടൊന്നും അല്ലേ കൺവേർട്ട് ആയേക്കുന്നത് ഏറ്റവും കൂടുതൽ പേര്. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ സൂററ്റ്, ഗുജറാത്തിൻ്റെ ആ ബെൽറ്റ് ഉണ്ട്, അവിടുത്തെ ആദിവാസി ബെൽറ്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയി നോക്കുവാണെങ്കിൽ അവരിപ്പോഴൊന്നും അല്ല കൺവേർട്ട് ആയേക്കുന്നത്. അവർ കൺവേർട്ടായിട്ട് 10, 40, 50 വർഷമായി, അല്ലെങ്കിൽ 30 വർഷമായി, അല്ലെങ്കിൽ 20, 25 വർഷമായി. അതേപോലെ തന്നെ ഈ ട്രൈബൽ ബെൽറ്റിൽ നിന്ന് കൺവേർഷൻ നടത്തിയിട്ട് ഈ പറയുന്ന CSI ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്നത് 10, 15, 20 വർഷം ഇപ്പോഴുണ്ടായ സംഭവമൊന്നും അല്ല അത്. അപ്പൊ അതിന് അവിടെ കൺവേർഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പണ്ട് ആളുകൾ പറയുന്നൊരു സംഭവമുണ്ട്, ഇവർ ഈ ആഹാരവും പണവും പാലും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് കൺവേർഷൻ ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പണം എവിടുന്നാണ് വരുന്നത്? കഴിഞ്ഞ 11 വർഷമായിട്ട് മോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ശേഷം ഈ പറയുന്ന FCRAയിൽ എത്ര എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്? വലിയൊരു ശതമാനം ഇവിടെ ദൂരെ കളഞ്ഞു. പിന്നെ ഇവിടുന്ന് ഈ പണം വരുന്നത്? ഇതൊക്കെ വിഡിത്തം അടിച്ചുണ്ടാക്കുന്ന പല കപടതകളും കള്ളത്തരങ്ങളുമാണ്. കാരണം ഞാനിതിൽ പോയി ഗ്രൗണ്ടിൽ കണ്ടതാണ്, ഇപ്പോൾ പോയപ്പോഴും ഞാൻ കണ്ടു. കൺവേർഷൻ നടക്കുന്നുണ്ട് ശരിക്കും. അതിൻ്റെ കാര്യം ഇവിടുത്തെ ഉന്നത കുലത്തിലുള്ള ഈ ജാതി വ്യവസ്ഥകൾ തന്നെയാണ് അതിൻ്റെ കാര്യം.